കൊടിഞ്ഞി ഫൈസൽ വധത്തിൽ 10ഓളം ബിജെപി ആർഎസ്എസ് പ്രവർത്തകർ പിടിയിൽ. ഇവർക്ക് കൊലപാതകത്തിൽ പങ്കെന്ന് പോലീസ് നിഗമനം. കൊലപാതക കാരണം മതംമാറ്റം മൂലമുള്ള പ്രകോപനം മൂലമാണെന്നും പോലീസ് പറയുന്നു. വിശദാംശങ്ങളുമായി മലപ്പുറത്തു നിന്നും നിഖിൽ പ്രവേശ് ചേരുന്നു. നിഖിൽ, എന്തെല്ലാമാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? രമിശ്രീ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഞായറാഴ്ച ഗൾഫിലേക്ക് ജോലിക്കായി തിരിച്ചു പോകേണ്ടുന്ന ആളായിരുന്നു അനിൽകുമാർ എന്ന ഫൈസൽ. പുലർച്ചെ ഭാര്യ പിതാവിനെയും അമ്മയും വിളിക്കുന്നതിനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും വഴി ഇയാളെ നടു റോഡിൽ വെച്ച അക്രമി സംഘം വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട മരണ ദിവസം നടന്ന അന്ന് തന്നെ ഈ യുവാവിന്റെ അമ്മ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതായത് ബന്ധുക്കളിൽ ചിലർ തന്നെ തന്റെ മകനെ കൊല്ലാൻ ശ്രമം നടത്തിയിരുന്നുവെന്ന് ഈ യുവാവിന്റെ അമ്മ പോലീസിന് മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച്, അതായത് ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കേസിന് പുറകിലുള്ളത് ആർഎസ്എസ് ബിജെപി പ്രവർത്തകരായ ബന്ധുക്കൾ തന്നെയാണ് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഈ ഫൈസലിന്റെ സഹോദരി ഭർത്താവായ ആർഎസ്എസ് പ്രവർത്തകനാണ് കൊലയ്ക്ക് നേതൃത്വം നൽകിയത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഏറ്റവും പ്രാഥമികമായ നിഗമനം. ഇയാൾ കുറച്ചു നാളുകളായി ഫൈസലിനെ കൊലപ്പെടുത്തുമെന്ന് പലതവണ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ഈ ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ മൊബൈൽ ഫോൺ ട്രേസ് ചെയ്തതിൽ നിന്നാണ് ഈ കൊലപാതകം ഒരു ആസൂത്രിതമാണ്. തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നതിന് മുൻപായി ഫൈസലിനെ കൊലപ്പെടുത്തണമെന്ന് ബന്ധുക്കൾ തീരുമാനമെടുത്തിരുന്നതായി ഇവർക്ക് വിവരം ലഭിച്ചത്. അതായത് ഈ ഫൈസൽ ഗൾഫിൽ വെച്ച് 6 മാസം മുൻപാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഇതിനുശേഷം നാട്ടിലെത്തിയ ഇയാൾ ഭാര്യയെയും മക്കളെയും പൊന്നാനിയിൽ കൊണ്ടുപോയി ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. മറ്റ് ബന്ധുക്കളെയും അമ്മ ഉൾപ്പെടെയുള്ള അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകളെയും ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരും എന്ന ഭീതിയാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ അങ്ങനെ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യമാണ് ഇവരെ മറ്റു ബന്ധുക്കളെ പ്രകോപിപ്പിച്ചത്. അങ്ങനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരെ മലപ്പുറത്തെ വിവിധ സ്റ്റേഷനുകളിലായാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തിരൂരങ്ങാടി പോലീസാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിൽ പോലും ഒരു സ്റ്റേഷനിൽ മാത്രം കേന്ദ്രീകരിച്ച് ഇവരെ കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകളുടെ പ്രകോപനം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് SP ദേവേഷ് കുമാർ ബെഹ്റയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അതുകൊണ്ട് ചില ആളുകൾ മലപ്പുറം പോലീസ് സ്റ്റേഷനിലും മറ്റുള്ളവർ വിവിധ പോലീസ് സ്റ്റേഷനുകളിലുമായാണുള്ളത്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇവരുടെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ കണ്ണൂർ ഫസൽ വധക്കേസും ഒക്കെ ആയി ബന്ധപ്പെട്ട രീതിയിലേക്ക് ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ RSS നേതൃത്വത്തിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് കൊടിഞ്ഞി ഫൈസൽ വധക്കേസ്. രമേശ്രീ, കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ 10ഓളം ബിജെപി ആർഎസ്എസ് പ്രവർത്തകർ പിടിയിൽ.